ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കർക്കിടക മാസത്തിൽ 10 ഇലക്കറികളൊക്കെ കഴിക്കുന്നതാണ് പറയുക. അപ്പോൾ നമ്മൾ ചേനയുടെ ഇല തോരൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചേമ്പിൻ്റെ തണ്ടും ചെറിയ കിളുന്തല്ലിയൊക്കെ കൂടിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇത് പലർക്കും അറിയുന്നുണ്ടാവില്ല, അറിയാത്തവർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീട്ടിലെ താളിൻ്റെ തണ്ടുള്ളവർക്കൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിന് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് തണ്ടിൻ്റെ കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. താളുന്നുണ്ട് പുളിങ്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അളവ് ഒന്നുമില്ല, നല്ലൊരു അളവിനായിട്ട് 3/4 കപ്പ് നമുക്ക് കുക്കറിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിടാം കേട്ടോ. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ പരിപ്പ് നല്ലോണം വെന്തുടഞ്ഞ് നല്ലൊരു കൊഴുപ്പ് കിട്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കർ അടിക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ആദ്യം വാഷ് ചെയ്ത് കൊണ്ടുവരാം. അതിന് ശേഷം ഇത് മുറിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പരിപ്പ് മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കാനില്ല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, ഇനി നമുക്ക് താളന്തണ്ട് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ താളന്തണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നാരൊന്ന് നമുക്ക് കളഞ്ഞെടുക്കണം കേട്ടോ. നാര് കളഞ്ഞിട്ടാണ് താളന്തണ്ട് നമ്മൾ കൂട്ടാൻ വയ്ക്കുക. അധികം മൂക്കാത്ത തണ്ടാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇല പോലെ ഇങ്ങനെ തിരി പോലെ ഉണ്ടാവും. അങ്ങനത്തെ എല്ലാ കറികളിൽ ഇടാം കേട്ടോ. ചൊറിയില്ല. പിന്നെ നമ്മൾ പുളി ഒഴിച്ചിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ ഇതൊട്ടും ചൊറിയാതെ തന്നെ നമുക്ക് കറി വെച്ചെടുക്കാം. കണ്ടോ, ഇത് പെട്ടെന്ന് വെന്തൊടിയും. അതുകൊണ്ട് തന്നെ അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുളി ഒഴിച്ച് കുക്കറിൽ പെട്ടെന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ പൊടികളായിട്ട് മുളക് പൊടി, ഉലുവപ്പൊടിയാണ് കേട്ടോ ചേർക്കുക. പുളിങ്കറിയിൽ എപ്പോഴും ഉലുവയാണ്, കായം അങ്ങനെ ചേർക്കാറില്ല. നമുക്ക് താളുന്നുണ്ടെല്ലാം മുറിച്ചെടുക്കാം. കർക്കിടക മാസത്തിലെ എല്ലാ ഇലക്കറികളും മുരിങ്ങയില ഒഴിച്ച് എല്ലാം കഴിക്കണം എന്നാണല്ലോ പറയുക. അപ്പോൾ താളിൻ്റെ തണ്ടും ഇല കഴിക്കാം. ഈ ചെറിയ തിരി പോലെ വരുന്ന ഇല നമുക്ക് കഴിക്കാം, കറിയിലിടാം. നമുക്കെല്ലാം ഒന്നിങ്ങനെ അരിഞ്ഞെടുക്കാം. 10 കറികൾ എന്നാണ് പറയുക. പയറിൻ്റെ ഇല, ചേമ്പും തണ്ട്, അതുപോലെ തന്നെ ചേനയുടെ ഇല. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനൊരു കളറ്. അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ മുറിച്ചെടുക്കാം. പറ്റുന്ന അത്രയും കിളുന്ന തണ്ട് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അധികം മൂത്ത തണ്ടിനേക്കാളും ടേസ്റ്റ് കൂടെ ഇങ്ങനത്തെ ചെറിയ തണ്ടിനാണ്, വണ്ണം കുറഞ്ഞ തണ്ടിനാണ്. നമുക്കിതൊന്ന് എല്ലാം അരിഞ്ഞെടുക്കാം. കൈ ചൊറിയൊന്നുമില്ല, ആ പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഇല ഉണ്ട് കേട്ടോ. ഈ ഇല നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, കറിയുടെ കൂടെ അരിഞ്ഞിടാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സമയത്ത് ഇതിലൊക്കെ വളരെയധികം വൈറ്റമിൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ധാരാളം ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ ചേമ്പിൻ്റെ തണ്ടെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരിപ്പ് വെന്തതിന് ശേഷം പുളിയൊക്കെ ഒഴിച്ച് മുളകും ഉലുവപ്പൊടിയൊക്കെ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇത്രയും വാളംപുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് എരിവ് നല്ലോണം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത്രയും ചേർത്തത്. പിന്നെ ഇത്രയും ഉലുവപ്പൊടി. ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടാക്കി കുക്കറിൽ താളുന്നണ്ടും പുളിയും എല്ലാം ചേർത്തൊന്ന് അടിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ പരിപ്പ് കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് പരിപ്പിട്ട് നല്ല കൊഴുപ്പും കിട്ടും. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച് താളുന്നണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിവെള്ളം, ചൂടാക്കി എടുത്ത കായും മുളക് പൊടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇത് ചെറു ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോരാത്തതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറൊന്ന് ഒരു വിസിൽ മതി കേട്ടോ, ഒരു വിസിലിൽ അടിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഈ ചുമന്നുള്ളി ചേർക്കുമ്പോൾ ഈ പുളിങ്കറിക്ക് വളരെ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ താളുന്നണ്ട് പുളിങ്കറി വയ്ക്കുമ്പോൾ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണയുടെ കൂടെ കടുകും മുളകും കുറച്ച് ചുമന്നുള്ളി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി ഇവിടെ തിളച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വറുത്തിടാവണ നേരം കൊണ്ട് തന്നെ കറിയൊക്കെ ഒന്ന് മിക്സായി വരും. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിനുശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ താളനണ്ട് പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ താളനണ്ട് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ഈ താളനണ്ട് കറിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കർക്കിടക മാസത്തിൽ ഏറ്റവും വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടോ, ഇതാണ് താളനണ്ട്. കറക്റ്റ് ഒരു വിസിലിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കർക്കിടക മാസത്തെ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് പറ്റുന്നത്രയും വീഡിയോ സ്പെഷ്യലായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.